ഇനി യൂണിവേഴ്സിറ്റി എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എസ് ഏരിയയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അപ്പൊ ഇങ്ങനെ ഡയറക്റ്റ് ഓപ്പണിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഡയറക്റ്റ് ക്ലോസിംഗ് ക്യാപിറ്റൽ ഇത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കില്ല. എസ് എ ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ചെയ്യാനുള്ളതെങ്കിൽ. 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഫിഗർ തന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് വളരെ ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ എസ് എ ക്വസ്റ്റ്യൻ ആകുമ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റലും ഓപ്പണിംഗ് ക്യാപിറ്റലും നമ്മുടെ കയ്യിൽ എക്സാക്ട് എമൗണ്ട് തന്നിട്ടുണ്ടാകും. നമ്മൾ ഫൈൻഡ് ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ അതുപോലെ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫൈൻഡ് ചെയ്യാന്നുള്ളതാണ്. ഓപ്പണിംഗ് ക്യാപിറ്റൽ അതുപോലെ ക്ലോസിംഗ് ക്യാപിറ്റൽ എങ്ങനെ ഫൈൻഡ് ചെയ്യുന്നു? വളരെ സിമ്പിൾ ആണ്. ഇതിനകത്ത് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ടാവുക ഒരു ഹിന്റ് എന്താന്ന് ചോദിച്ചാൽ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് എമൗണ്ട് തന്നിട്ടുണ്ടായിരിക്കും. എക്സാമ്പിളിന് ഇതൊരു ബാലൻസ് ഷീറ്റ് ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, സോ ഇപ്പൊ ഇതൊരു ബാലൻസ് ഷീറ്റ് ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പൊ ഈ ബാലൻസ് ഷീറ്റ് ഇത് 2001, 2002, 2001, 2002. That means ഇത് ഇതിന്റെ ലയബിലിറ്റി സൈഡ് ആണ്, ഇതിന്റെ അസറ്റ് സൈഡ് ആണ്. ഓക്കെ, എക്സാമ്പിൾ സൺട്രി ക്രെഡിറ്റേഴ്സ് rupees 3000, rupees 4000. അപ്രോക്സിമേറ്റ് വാല്യൂ ഒരു 3000 4000. That means 2001 സൺഡേ ക്രെഡിറ്റേഴ്സ് 3000 ആണ്, 2002 സൺഡേ ക്രെഡിറ്റേഴ്സ് 4000 ആണ്. ഇനി ഇതിന്റെ അസറ്റ് സൈഡിൽ ക്യാഷ് അറ്റ് ബാങ്ക്, മെഷീനറി suppose cash at bank 1000, then 5000, then machinery 40,000, then 35,000. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ഫിഗർ നമുക്ക് തന്നെന്ന് കരുതുക. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരിക്കും അസറ്റ് സൈഡിൽ അതുപോലെ ലയബിലിറ്റി സൈഡിൽ. നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫൈൻഡ് ചെയ്യുക, എങ്ങനെയാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ ഫൈൻഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഓപ്പണിംഗ് അസറ്റ്സ് മൈനസ് ഓപ്പണിംഗ് ലയബിലിറ്റി will get opening capital. Closing assets minus closing liability will get closing capital. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രകാരം എങ്ങനെയാണ് ഇതിന്റെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എമൗണ്ട് നോക്കാം. ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്താ പറഞ്ഞത്? ഓപ്പണിംഗ് അസറ്റ്സ് വാല്യൂ മൈനസ് ഓപ്പണിംഗ് ലയബിലിറ്റി. അസറ്റ്സ് എത്ര? 1000 പ്ലസ് 40,000 മൈനസ് 3,000 ആണല്ലോ. That means 41,000 മൈനസ് 3,000 എത്ര കിട്ടി? 38,000 ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഓപ്പണിംഗ് ക്യാപിറ്റൽ 38,000 നമുക്ക് കിട്ടി. 38,000 ആണ് ഇതിന്റെ ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഇതുപോലെ എങ്ങനെയാണ് ഇതിന്റെ ക്ലോസിംഗ് ക്യാപിറ്റൽ ഫൈൻഡ് ചെയ്യുന്നത്? That means closing assets minus closing liability. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? 5,000 plus 35,000 minus 4,000. Okay, then 40,000 minus 4,000 will get 36,000. Okay, അപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റൽ 36,000 ഓപ്പണിംഗ് ക്യാപിറ്റൽ 38,000 ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഓപ്പണിംഗ് അസറ്റ്സ് മൈനസ് ഓപ്പണിംഗ് ലയബിലിറ്റി, ക്ലോസിംഗ് അസറ്റ്സ് മൈനസ് ക്ലോസിംഗ് ലയബിലിറ്റി. ഇത് വെച്ചിട്ട് ഓപ്പണിംഗും ക്ലോസിംഗും കണ്ടുപിടിച്ചു. ഇനി നമ്മൾ പഴയ ഫോർമാറ്റിൽ തന്നെ പോകണം. ദാറ്റ് മീൻസ് ക്ലോസിംഗ് ക്യാപിറ്റൽ ആഡ് ഡ്രോയിങ്സ് ലെസ് ഓപ്പൺ അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ദെൻ ലെസ് എക്സ്പെൻസസ് ആഡ് ഇൻകംസ് വിൽ ഗെറ്റ് ഐദർ പ്രോഫിറ്റ് ഓർ ലോസ്. ക്ലിയർ അല്ലേ? നമുക്കൊരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കാം. Then let's go. Find out or calculate net profit for the year ending 31st March 2021 under single entry system. Then by using the statement of profit and loss account.
നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഇതിനകത്ത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ക്യാപിറ്റൽ ഫസ്റ്റ് ഏപ്രിൽ 2020 rupees 1 lakh. ഫസ്റ്റ് ഏപ്രിൽ 2020 1 lakh. Capital 31st March 2021 1,50,000. Additional capital during the year rupees 20,000. During the year means during the year 2020. Then outstanding salary rupees 8,000. Drawings during the year 12,000. Prepaid insurance 4,000. Rent due but not received rupees 5,000. അപ്പോൾ ഇത്രയും ഫിഗർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫോർമാറ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ ഇയർ എൻഡിങ് 31st March 2021. രണ്ട് എമൗണ്ട് കോളം പ്രൊവൈഡ് ചെയ്യുക. കാരണം ഒരു ഇന്നർ കോളവും ഒരു ഔട്ടർ കോളവും. കാരണം ഇവിടെ എക്സ്പെൻസും ഇൻകംസും എല്ലാം പറയുന്നുണ്ട്. ഒറ്റ ക്വസ്റ്റ്യനിലാണ് എല്ലാം കൂടി ആഡ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ ഫസ്റ്റ് മെത്തേഡിൽ പറഞ്ഞിട്ടുള്ള ക്ലോസിംഗ് ക്യാപിറ്റൽ മൈനസ് ഓപ്പണിംഗ് ക്യാപിറ്റലും, അതുപോലെ സെക്കൻഡ് മെത്തേഡിൽ നമ്മൾ ട്രീറ്റ് ചെയ്ത് പോയിട്ടുള്ള അഡീഷണൽ ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ദെൻ ഓപ്പണിംഗ് ക്യാപിറ്റൽ, ക്ലോസിംഗ് ക്യാപിറ്റൽ, ഈ 4 ഫാക്ടറും കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ മെത്തേഡിൽ പറഞ്ഞ എക്സ്പെൻസും ഇൻകം കൂടി. അപ്പോൾ മൂന്നും കൂടി ആഡ് ചെയ്തുകൊണ്ട് ഒറ്റ പ്രോബ്ലം ആണ് ചെയ്യുന്നത്. വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? ക്ലോസിംഗ് ക്യാപിറ്റൽ ആഡ് ഡ്രോയിങ്സ് ലെസ് അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് എക്സ്പെൻസസ് ദെൻ ആഡ് ഇൻകംസ്. ഇതാണ് ഫോർമാറ്റ്. അപ്പോൾ എങ്ങനെ ചെയ്യാം? അപ്പോൾ ഇതിനകത്ത് ഇവിടെ ഫസ്റ്റ് തന്നിട്ടുള്ളത് ഓപ്പണിംഗ് ക്യാപിറ്റലാണ്. ഫസ്റ്റ് ഏപ്രിൽ 2020 അന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഓപ്പണിംഗ് ക്യാപിറ്റലും ഇത് ക്ലോസ് ചെയ്യുന്നത് 21st ഓക്കെ. അപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റൽ 31st 3 2021. സോ ക്ലോസിംഗ് ക്യാപിറ്റൽ എമൗണ്ട് ക്ലോസിംഗ് ക്യാപിറ്റൽ എത്ര? ക്ലോസിംഗ് ക്യാപിറ്റൽ എമൗണ്ട് ഇന്നർ കോളത്തിലല്ല എഴുതേണ്ടത്, ഔട്ടർ കോളത്തിലാണ്. ക്ലോസിംഗ് ക്യാപിറ്റൽ എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട് 1,50,000. നെക്സ്റ്റ് പ്രോസസ് എന്താ? ആഡ് ഡ്രോയിങ്സ്. അപ്പോൾ ഇവിടെ ഡ്രോയിങ്സ് എമൗണ്ട് ഉണ്ടോ എന്ന് നോക്കാം. ഇത് അഡീഷണൽ ക്യാപിറ്റൽ ആണ്, ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആണ്. ഹിയർ ഡ്രോയിങ്സ് ഡ്യൂറിംഗ് ദി ഇയർ rupees 12,000. 12,000 രൂപ എന്തുണ്ട്? ഡ്രോയിങ്സ് ഉണ്ട്. സോ ഡ്രോയിങ്സ്, ആഡ് ഡ്രോയിങ്സ്. How much? 12,000. We'll get 1,62,000. അപ്പോൾ ബാലൻസ് എമൗണ്ട് നമുക്ക് കിട്ടി 1,62,000 രൂപ കിട്ടി. ഇനി നമ്മുടെ നെക്സ്റ്റ് പ്രോസസ് എന്താ? ലെസ് അഡീഷണൽ ക്യാപിറ്റൽ. ഇവിടെ അഡീഷണൽ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. അഡീഷണൽ ക്യാപിറ്റൽ ഡ്യൂറിംഗ് ദി ഇയർ rupees 20,000. സോ ലെസ് അഡീഷണൽ ക്യാപിറ്റൽ rupees 20,000. 20,000 അഡീഷണൽ ക്യാപിറ്റൽ അത് ഡിഡക്ട് ചെയ്യണം. 1,42,000. ഇതിനെന്ത് പറയുന്നു? അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ 1,42,000. Again less opening capital. Then how much opening capital? 1,4,2020 rupees 1 lakh. Opening capital 1 lakh rupees deduct ചെയ്യുന്നു. Okay, we'll get 42,000. Is it gross profit? Gross profit എത്ര കിട്ടിയത്? 42,000 കിട്ടി. ഇനി എന്ത് ചെയ്യണം? എക്സ്പെൻസസ് ഡിഡക്ട് ചെയ്യണം, ഇൻകംസ് ഒക്കെ ആഡ് ചെയ്യണം. അപ്പൊ ഇനി റിമൈനിങ് പാർട്ട് ഇപ്പൊ നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞു. ക്ലോസിംഗ് ക്യാപിറ്റൽ, ഓപ്പണിംഗ് ക്യാപിറ്റൽ എടുത്തു, അഡീഷണൽ ക്യാപിറ്റൽ എടുത്തു, ഡ്രോയിങ്സ് എടുത്തു. ഇനി ബാലൻസ് ഉള്ള ഏതൊക്കെ? ഔട്ട്സ്റ്റാൻഡിങ് സാലറിയും പ്രീപെയ്ഡ് ഇൻഷുറൻസ്, റെന്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് ആണ്. ഇതിൽ ഏതൊക്കെയാണ് എക്സ്പെൻസ്, ഏതൊക്കെയാണ് ഇൻകംസ് എന്നുള്ളത് ആദ്യം ഫൈൻഡ് ചെയ്യാം. ഔട്ട്സ്റ്റാൻഡിങ് സാലറി, കഴിഞ്ഞ മാസം സാലറി കൊടുത്തിട്ടില്ല. അപ്പൊ ആ മാസത്തെ സാലറിയും ഈ മാസത്തെ സാലറിയും, അപ്പൊ അതാണ് കഴിഞ്ഞ മാസത്തെ പെൻഡിങ്ങിൽ ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആണ്. അപ്പൊ എന്താണ്? എക്സ്പെൻസ് ആണ്. അടുത്തായിട്ട് നോക്കൂ, പ്രീപെയ്ഡ് ഇൻഷുറൻസ്. ഇൻഷുറൻസ് എമൗണ്ട് അടുത്ത വർഷം കൊടുക്കാനുള്ളതാണ്. അത് ഈ വർഷം തന്നെ
ആ എമൗണ്ട് പേ ചെയ്തു. അപ്പോൾ ഈ വർഷത്തെ കമ്പനീൻ്റെ അക്കൗണ്ട്സുമായി തട്ടിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റിൻ്റെ എക്സ്പെൻസുമായി തട്ടിച്ച് നോക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇൻകാണ് ഈ വർഷത്തെ. ദെൻ റെന്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്. റെന്റ് എന്താണ്? ഡ്യൂ ആണ്, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല? റിസീവ് ചെയ്തിട്ടില്ല. ദാറ്റ് മീൻസ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം. റെന്റ് ഡ്യൂ ആണ് ബട്ട് നോട്ട് റിസീവ്ഡ്. അപ്പൊ അത് പേ ചെയ്യാനുള്ളതല്ല, റെന്റ് ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ്. അപ്പൊ എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം. ഇത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണ്. ഓക്കെ, ഇത് ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ആണ്. അപ്പൊ ഈ രണ്ട് ഫാക്ടർ ഇൻകം ആണ്, ഇത് എക്സ്പെൻസുമാണ്. അപ്പൊ എക്സ്പെൻസ് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. സോ ലെസ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി. ഔട്ട്സ്റ്റാൻഡിങ് സാലറി. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഔട്ടർ കോളത്തിൽ കാണിക്കാം. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിങ് സാലറി ₹8,000. ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ത് ചെയ്യാനുള്ളതാണ്? ഡിഡക്ട് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഇപ്പൊ 48,000 മൈനസ് 8,000 വിൽ ഗെറ്റ് 34,000. ഓക്കെ, ഇപ്പൊ 34,000 rupees കിട്ടി. ഇനി എന്ത് ചെയ്യണ്ട്? ഇൻകംസ് ആഡ് ചെയ്യണം. സോ ആഡ് ഇൻകം. ഇൻകം ആഡ് ചെയ്യുന്നു. ഫസ്റ്റ് വൺ പ്രീപെയ്ഡ് ഇൻഷുറൻസ്. പ്രീപെയ്ഡ് ഇൻഷുറൻസ് എമൗണ്ട് 4,000. ഒന്നിന് കൂടുതൽ ഐറ്റം ഉണ്ടാവുമ്പോൾ ഇങ്ങനെ കുളത്തിൽ കൊടുക്കുക. റെന്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്. റെന്റ് ഡ്യൂ ആണ് ബട്ട് നോട്ട് റിസീവ്ഡ്. സോ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം. ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ₹5,000. 5,000 എന്ത് ചെയ്യുന്നു? 9,000 rupees കിട്ടും. ഓക്കെ, അപ്പൊ 9,000 rupees ഇതിന്റെ കൂടെ ആഡ് ചെയ്യാനുള്ളതാണ്. ഇതിന് 43,000. സോ നെറ്റ് പ്രോഫിറ്റ് ₹43,000. 43,000 രൂപയാണ് ഈ ഒരു ഫോമിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? താങ്ക് യു.